ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആണ്. പ്രത്യേകിച്ച് 60 വയസ്സൊക്കെ പിന്നിട്ട ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട 8 ഹാബിറ്റ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തത് ദൈനംദിന വ്യായാമം. ദൈനംദിന ഒരു 50 വയസ്സൊക്കെ പിന്നിട്ടാൽ നമ്മളെ പേശി ബലമൊക്കെ കുറയും. അത് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കണക്കിലിരിക്കും. അപ്പം നമുക്ക് ജോയിൻ്റ് പെയിൻ വരാം, കാലുകളുടെ ആരോഗ്യക്ഷയം. അപ്പോൾ ഇത് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ബോണിന് ഒരു നല്ല പ്രൊട്ടക്ഷൻ കിട്ടില്ല. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി പൊട്ടലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് വ്യായാമം, പ്രത്യേകിച്ച് ഈ എൽഡർലി പീപ്പിൾ ഒരു 60 വയസ്സൊക്കെ പിന്നിടുമ്പോൾ ഇത് നിർബന്ധമായിട്ടും കൈകാലുകൾക്കൊക്കെ നല്ല പേശി ബലം കിട്ടുന്നതിനുള്ള എക്സസൈസുകൾ ചെയ്യണം. ചെറിയ നടത്തയാവാം, യോഗയാവാം, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള അത് കൃത്യമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണശീലം നമുക്ക് ബാലൻസ്ഡ്, നമുക്ക് ആരോഗ്യത്തിന് ദോഷമില്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ധാന്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ അത് കഴിച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരത്തില്ല. ആഹാരം ഒരു പ്രധാന ഘടകമാണ്. വൈറ്റമിനും പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ആഹാരങ്ങൾ നമ്മുടെ നിത്യ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സ് ഫോർ കാമിങ് ഡൗൺ ദ മൈൻഡിനെ ശാന്തമാക്കുന്നതിന് വേണ്ടി. അതായത് ധ്യാനം ചെയ്യാം, യോഗ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കായൽ തീരത്തോ കടൽ തീരത്തോ ഒക്കെ പോയി അല്പനേരം ഒന്ന് ഇരുന്ന് മൈൻഡിനെ റിലാക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് മൈൻഡാണ്. മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സുകൾ വരുന്നത്. അപ്പോൾ അതിനെ കാം ഡൗൺ ചെയ്യിക്കുന്നതിനുള്ള ആക്ടിവിറ്റികളിൽ ദാറ്റ് വിൽ റെഡ്യൂസ് മെൻ്റൽ പ്രഷറും നമ്മുടെ ഹെൽത്തിനെയും അത് ബൂസ്റ്റപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം. നാലാമത്തത് സോഷ്യൽ കണക്ഷൻസ്, സാമൂഹിക ബന്ധങ്ങൾ. നമ്മൾ നല്ല ഫാമിലിയെയും ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഒരു നല്ല ഒരു ബന്ധം കീപ്പപ്പ് ചെയ്യുക. അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ അത് ബൂസ്റ്റപ്പ് ചെയ്യും. ഇപ്പം എൻ്റെ കൂടെ ആളുണ്ട്, അപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരു ലോൺലെസ് ഫീൽ ചെയ്യണം, ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അപ്പം മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് ദുഃഖങ്ങൾക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് അത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ടും, ഫാമിലി മെമ്പേഴ്സുമായിട്ടും, അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സായിരിക്കും. അപ്പോൾ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അടുത്ത അഞ്ചാമത്തെ കാര്യം, നമ്മൾ പുതുതായി എന്തെങ്കിലും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അറിവ് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അത് ബ്രെയിനിനെ എപ്പോഴും നമ്മൾ ഷാർപ്പ്, അതിന് ബ്രെയിൻ എക്സസൈസ് കൊടുക്കുക. അതായത് പുസ്തകങ്ങൾ വായനയോ പാട്ടുകൾ കേട്ടും പുതിയ ലാംഗ്വേജസ് പഠിക്കുകയോ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സസ് അറ്റൻഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായിട്ട് ബാക്കിലോട്ട് തള്ളപ്പെടും. അതുകൊണ്ട് അതിനോടൊപ്പം നമ്മളും പുതിയ അറിവുകൾ സ്റ്റോപ്പ് ചെയ്താൽ അതോടുകൂടി നമുക്ക് പിന്നെ ഈ കാലഘട്ടത്തിനൊത്ത് ജീവിക്കാൻ ഒക്കാത്ത ഒരു ലെവലിലോട്ടാണ്. അതുകൊണ്ട് എവറി ഡേയിൽ നമ്മൾ ലേൺ ചെയ്യണം പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്.
ആറാമത്തെന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ. നമ്മൾ എപ്പോഴും നമ്മളെ വ്യക്തി ശുചിത്വം നല്ലതുപോലെ പാലിക്കണം, വസ്ത്രങ്ങൾ നല്ലപോലെ കഴുകണം. അത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് വരും. ആ രീതിയിൽ നമ്മൾ വളരെ പല്ല് ബ്രഷ് ചെയ്യണം, ബോഡി വാഷ് ചെയ്യണം. ഇത് നമുക്ക് നല്ല കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും. അത് നമ്മളെ ഹെൽത്തി ആയിട്ടും വളരെ എഫിഷ്യൻ്റായിട്ടും കാര്യക്ഷമമായിട്ട് ജീവിക്കുന്നതിന് സഹായിക്കും. ഏഴാമത്തത് റിട്ടൈൻ ചെക്കപ്സ്. ഇപ്പോൾ 60-70 വയസ്സൊക്കെ കഴിയുമ്പോൾ പലർക്കും പല ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അതിൽ നമ്മൾ അവെയർ ആയിക്കൊണ്ട് അതിന് മരുന്നുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കഴിക്കുക, അത് സ്കിപ്പ് ചെയ്യരുത്. റൂട്ടൈൻ ചെക്കപ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫാമിലി മക്കളുമായിട്ടോ അല്ലെങ്കിൽ ചെറുമക്കളുമായിട്ടോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അപ്പോൾ ഈ ഡിപ്പെൻഡൻസി വരുമ്പോഴത്തേക്ക് അത് ഒരു ഷോർട്ടർ പീരീഡിൽ ദസ് വിൽ ബി ഓക്കെ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരും അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളായിട്ട് നമ്മുടെ പ്രവൃത്തി മിസ്റ്റേക്ക് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഹെൽത്ത് പോകാൻ പാടില്ല. എട്ടാമത്തത് ട്രൈ ടു ഡു എവറിത്തിങ് ബൈ യുവർ സെൽഫ്. ഓക്കെ, നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടർ പീരീഡിൽ ആളുകൾ നമ്മളെ എല്ലാത്തിനും, അപ്പോൾ അതുകൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഈ 8 ശീലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യം ഉണ്ടായിരിക്കണം, നമുക്ക് എണീറ്റ് നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള, അപ്പോൾ അത് നമ്മുടെ ആ ദിനചര്യകളുടെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ ഇല്ലാതെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആരോഗ്യം പോകാൻ പാടില്ല. അതുകൊണ്ടൊരു അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവ നിത്യജീവിതത്തിൽ ശീലമാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഫ്രീ ആയി ജീവിക്കാൻ കഴിയും. ജീവിതം എന്ന് പറയുന്ന ഒരു ലൈഫേ ഉള്ളു. അത് നമുക്ക് എന്ത് ഉണ്ടാഞ്ഞാലും നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം നമുക്ക് വളരെ പ്രയാസമായിട്ട് തോന്നാം. ബാക്കി സാമ്പത്തികമുണ്ട്, മറ്റുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അപ്പം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ആരോഗ്യം പോകാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് അവയർനെസ് വീഡിയോ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ നൗ.